ജെ.കെ. വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എൻ്റെ ഈ മുഖത്ത് കാണുന്ന കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിക്കൻ ബോക്സ് വന്നതാണ്, അത് മാറിയതാണ്. ഓക്കെ, IPL ആരവം തുടങ്ങിക്കഴിഞ്ഞു. കിരീടങ്ങളുടെ എണ്ണത്തിൽ മുംബൈയും ചെന്നൈയും ഒപ്പത്തിനൊപ്പമാണ്, അതായത് 5-5. ഈ വർഷം ഈ ലിസ്റ്റിലെ ആരുടെ പേരാകും പുതുതായി എഴുതപ്പെടുക? ഇതാണ് കാണികൾ, IPL പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. BCCI IPL 2026 പുതിയ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നതും പിന്നെ IPL പറ്റി കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. 2026 IPL സീസണിന് മുന്നോടിയായിട്ട് പ്രത്യേക നിയമങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതായത് BCCI, ഈ അടുത്തിടെയായിട്ട് ഈ IPL ക്യാപ്റ്റന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൽ കുറച്ച് കാര്യങ്ങൾ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ക്യാച്ച് നിയമപരമായി അംഗീകരിക്കണമെങ്കിൽ ഫീൽഡർ പന്തിന്മേൽ തൻ്റെ ശരീരത്തിൻ്റെ വേഗതയിന്മേലും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ കൂടുതൽ പേരിങ്ങനെ ഊന്നി പറയുകയാണ് ഉണ്ടായത്. അതായത് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാനാണ് BCCIയുടെ നിർദ്ദേശം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ തർക്കങ്ങൾക്കിടയാക്കിയിട്ടുള്ള ക്യാച്ചുകളിൽ കൃത്യമായി തീരുമാനമെടുക്കാനും ഈ പുതിയ നിർദ്ദേശം സഹായിക്കും എന്നാണ് ഇവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. പിന്നെ അതുകൂടാതെ കളിക്കാർക്കിടയിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈ വിവാദപരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇമ്പാക്റ്റ് പ്ലെയർ. അപ്പോൾ ഈ ഒരു നിയമം കുറഞ്ഞത് 2 വർഷത്തേക്കും കൂടി തുടരും എന്നാണ് ഈ ലീഗ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറൗണ്ടർമാരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 2027 ശേഷം മാത്രമേ ഇതിലൊരു ഔദ്യോഗിക പുനഃപരിശോധന ഉണ്ടാവുകയുള്ളൂ. അത് BCCI നേതൃത്വം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ വരാനിരിക്കുന്ന ടൂർണമെൻറ്റിലെ അമ്പയറിങ്ങിലും ടീം തന്ത്രങ്ങളിലും ഒരേപോലെയുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള അവസാനവട്ട വിശദീകരണമായാണ് ഈ യോഗം ഈ യോഗം കണക്കാക്കപ്പെടുന്നത്. പിന്നെ വേറൊരു സംഭവം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPL തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ടീമുകൾക്കും താരങ്ങൾക്കും കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് BCCI. അതായത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ജേഴ്സികളുണ്ടല്ലോ, അത് വേണ്ട എന്നുള്ളതാണ് BCCIയുടെ തീരുമാനം. പിന്നെ കുടുംബത്തോടൊപ്പമുള്ള ഈ യാത്രകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിലക്കാൻ സാധ്യതയുണ്ട്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വരികയാണെങ്കിൽ ഓപ്പണിംഗ് ജോഡികളായിട്ട് അവർ സഞ്ജുവിനെയും ഋതുവിനെയും ഉറപ്പിച്ച സ്ഥിതിക്ക് 3-ാം നമ്പറിനായിട്ടുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അതായത് 4 ഓപ്ഷനാണ് ഉണ്ടാവുക. ആയുഷ് മാത്രേ, ഉർവിൽ സർഫറാസ്, പിന്നെ കാർത്തിക് ശർമ്മ. ഇവരൊക്കെ മികച്ച താരങ്ങളായതുകൊണ്ട് തന്നെ 2 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം വരിക. ഈ കളിക്കാരനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഇവർക്ക് മറ്റേതെങ്കിലും പൊസിഷനിൽ കളിക്കാൻ കഴിയുമോ എന്നും CSK വിലയിരുത്തും. പിന്നെ അതുപോലെ തന്നെ CSK ആരെയായിരിക്കും പരീക്ഷിക്കുക എന്ന് മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ബാറ്റിംഗ് പൊസിഷനിൽ ധോണി പണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് വൈകിട്ടാണ്. മാത്രയും സർഫറാസും 3-ാം നമ്പറിന് താഴെ ബാറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ 11-ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3-ാം നമ്പറിൽ തന്നെ സർഫറാസ് ഇറങ്ങേണ്ടി വരും. എന്നാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ 2 പേരും ടീമിൽ സ്ഥാനം ഉറപ്പുള്ള താരങ്ങളല്ല. ഉർവില് ആഭ്യന്തര ക്രിക്കറ്റിലും നെറ്റ്സിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം 11-ലുണ്ടാവാനാണ് സാധ്യത കൂടുതലായിട്ട്. സ്വാഭാവികമായിട്ടും ഒരു ഓപ്പണറാണെങ്കിലും ഓപ്പണറിൽ ഇപ്പോൾ ഋതുരാജും സഞ്ജു സാംസണും സ്ഥിരപ്പെടുത്തിയ സ്ഥിതിക്ക് 3-ാം നമ്പർ മറ്റാരെങ്കിലും എടുത്താൽ ഇപ്പോൾ ഉർവിലിന് കിട്ടാൻ പോകുന്നത് ഒരു ഫിനിഷറുടെ റോളായിരിക്കാനാണ് സാധ്യത. ഇനി വരുന്നത് 14.2 കോടി രൂപയുടെ താരമാണ്, അതായത് കാർത്തിക് ശർമ്മ. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ്. എന്നാൽ ബ്രേവിസും പിന്നെ ശിവൻ ദുബെയും അവരും ഈ 4-5 സ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് കാർത്തിക്കിന് ചിലപ്പോൾ 6-ാം നമ്പറിലേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതൽ. എൻ്റെ ഒരു നിഗമനത്തിൽ പറയുകയാണെങ്കിൽ കാർത്തിക്കും ഉറുവിലും ചേർന്ന് 3-ഉം 6-ഉം സ്ഥാനങ്ങളിൽ
3ഉം 6ഉം സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 11-ൽ 4 വിക്കറ്റ് കീപ്പർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ആരും തന്നെ ബോളും ചെയ്യുന്നതല്ല. അപ്പോൾ CSKയുടെ രീതിക്ക് ചേരുന്നതല്ല ഈ ഒരു സംഭവങ്ങൾ. ഏതായാലും ഇതൊരു മികച്ച ബാറ്റിംഗ് നിര തന്നെയാണ് ചെന്നൈക്കുള്ളത്. എങ്കിലും 4 കീപ്പർമാരെ ടീമിലെടുക്കാൻ മാത്രം അവർ തങ്ങളുടെ ബോളർമാരിൽ അത്രയധികം അങ്ങോട്ട് വിശ്വാസം അർപ്പിക്കൂ എന്നതും കണ്ടറിയണം. പാർട്ട് ടൈം ബോളർ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വൈഭവ് സൂര്യവംശിയുടെ കാര്യമാണ്. ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന 15-കാരനാണ്. ഈ ശനിയാഴ്ച IPL ആവേശം തുടങ്ങുമ്പോൾ ആരാധകരുടെ കണ്ണ് മുഴുവൻ ഈ 15-കാരനിലാവാൻ സാധ്യതയുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ യുവതാരം വൈഭവ് സൂര്യവംശി മാർച്ച് 26-ന് തൻ്റെ 15ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതുവഴി അവന് സീനിയർ ടീമിലോട്ടും കയറാൻ സാധിക്കും. ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രായപരിധി വൈഭവ് പിന്നിട്ടിരിക്കുകയാണ്. അതായത് ഓസ്ട്രേലിയ അണ്ടർ-19 ടീമിനെതിരെ 58 പന്തിലാണ് സെഞ്ചുറി അടിച്ചത്. അതുപോലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെറും 35 പന്തിലാണ് IPLൽ സെഞ്ചുറി നേടിയത്. ഈ ബീഹാർ സ്വദേശി ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് ലോകത്തെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറും രവി ശാസ്ത്രി അടക്കമുള്ള ഇതിഹാസങ്ങൾക്ക് ഈ വൈഭവിൻ്റെ ബാറ്റിംഗ് മികവിനെ പ്രശംസിച്ചിട്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 മാർച്ച് 27-നായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായിട്ട് ഇറങ്ങി ചരിത്രം കുറിച്ചത്. കൃത്യം 32 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മാർച്ച് 27-നാണ് ഈ വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയും സമാനമായ ഈ ഒരു പാതയിൽ വന്നിട്ടുള്ളത്. ഈ പ്രായത്തെ വെല്ലുന്ന ആത്മവിശ്വാസവും തകർപ്പൻ പ്രകടനവും ഇതൊക്കെയും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു കൗമാരക്കാരൻ. അപ്പം ഇനി കൂടുതൽ IPL വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.